ഇതാ ഒരുത്തൻ ഞാൻ കിടക്കാൻ വന്നപ്പോൾ വന്ന് കിടക്കുന്നുണ്ടേ. ഇത്രയും സമയം എൻ്റെ കൂടെ അടുക്കളയിൽ കറങ്ങി 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 നിന്ന് ഞാൻ ഉറങ്ങാൻ വരുമ്പോൾ അവനറിയാം. അവൻ എൻ്റെ കൂടെ വന്ന് കയറി കിടക്കുകയാണേ. കിടക്കുമ്പോഴും എൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും തൊട്ടിരിക്കും അവൻ്റെ കൈയോ, എങ്കിലേ അവൻ ഉറങ്ങുള്ളൂ. ഒരു സൂത്രം പിടിച്ച ഒരു സാധനമാണ്. ഒരു കൈ കണ്ടോ നീണ്ടിങ്ങനെ കിടക്കുന്നുണ്ടോ? എന്നെ പിടിച്ചിട്ടുണ്ട് ഒരു കൈ കൊണ്ട്. കിടക്കുകയാണ്. വേണമെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങും. എവിടെയെങ്കിലും ഒന്ന് ദേഹത്ത് തൊട്ടാൽ മതി അവന് ഉറങ്ങിക്കോളും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അങ്ങ് ഭയങ്കര ഉറക്കമാണ്, ഇവൻ പിന്നെ നേരം വെളുക്കം വരെ കിടന്ന് ഉറങ്ങിക്കോളുമെന്ന്. ഇല്ല, അള്ളി പിടിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ടോ? നഖം വെച്ചിട്ട് അവൻ അള്ളി പിടിച്ചിരിക്കണം എന്നെ. ഞാൻ എണീറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. വലിയ ഉറക്കമൊന്നുമില്ല കേട്ടോ. പൂച്ച ഉറക്കമൊന്നും കേട്ടിട്ടില്ലേ? അസല് പൂച്ചയുടെ ഉറക്കം തന്നെ അവന്. അവൻ പൂച്ച തന്നെ ആണല്ലോ. മിക്കപ്പോഴും നമ്മളാണ് മറന്നു പോണത് അവൻ പൂച്ചയാണ് എന്ന്. അവനെ കുടുംബത്തിലെ രംഗത്തിനെ പോലെയാണ് വെച്ചേക്കുന്നത്. കണ്ടാ, ചെവി കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചേ കയ്യിൽ. അത് അമോഹമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഉറങ്ങിയിരിക്കും. ഇതാണ് അവൻ്റെ ഒരു രീതി. ചില സമയത്ത് എൻ്റെ ഈ കൈയിൻ്റെ മേലെ അവൻ്റെ രണ്ട് കൈയും വെച്ചിട്ട് അവൻ കയറി നിന്നിട്ട് ഒന്ന് പുതുക്കിയൊക്കെ നോക്കും. എന്നിട്ടാണ് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഓ, ഉറങ്ങി. കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ പോലും ഞാൻ ഇങ്ങനെ ഉറക്കിയിട്ടില്ല. വേണമെങ്കിൽ ഉറങ്ങടാന്ന് പറയും. അതിനെ കണ്ടോ ഉറങ്ങുന്ന ഉറക്കം കണ്ടോ? ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിൻ്റെ അപ്പുറം ഉറങ്ങില്ല. അവൻ എണീറ്റ് അവൻ്റെ വഴിക്ക് പോവും. അവനെ പിന്നെ ഏരിയ കാണൂല. അവൻ്റെ ഷീറ്റാണ് കേട്ടോ അത്. ഈ ഷീറ്റ് വിരിച്ച് കണ്ടെങ്കിൽ മാത്രമേ അവൻ കിടക്കുള്ളൂ, അല്ലെങ്കിൽ കിടക്കില്ല. അവൻ്റെ സ്ഥിരം ഷീറ്റാണ്. ഞങ്ങളെ ഷീറ്റിൻ്റെ മേലെ കൂടെ അവൻ്റെ ഈ ചുവന്ന ഷീറ്റെടുത്ത് വിരിക്കുക. അത് ഇത്തിരി സോഫ്റ്റാണ്. അതിൻ്റെ മേലെ കയറി കിടന്ന് അങ്ങ് ഉറങ്ങിക്കോളും. കിടക്കുന്ന കണ്ടോ? ഞാൻ കൈ വലിച്ചാൽ ഉണരും. ഞാൻ കൈ നിവർത്തി വെച്ചതാണ്. എത്രയെങ്കിലും മടക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ. നിവർത്തി വെച്ചപ്പോൾ അതിൻ്റെ മേലെ കയറി കിടന്നിരിക്കുക. കൈ അനക്കുന്നുണ്ട്. ഉറങ്ങുന്നുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. ഉറങ്ങുകയാണ്. ഉറങ്ങുകയാണ്. ഓ, എന്താ ഐശ്വര്യം. അയ്യോ, മനുഷ്യനേക്കാളും വിലയാണ് ഇപ്പം നിനക്കൊക്കെ. അതാ കൈയൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം തന്നെയാണ്. ഇപ്പോൾ ഒരിടവും പിടിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കൈൻ്റെ മേലെയാണല്ലോ കിടക്കുന്നത്. അല്ലോ, നല്ല ചൂടാണ് എൻ്റെ മേല്. അതാ. അയ്യോ, ഉറങ്ങി വീണുപോയി. വീണുപോയി. അയ്യോ, അവിടെ കിടന്നോ. ഞാൻ കൈ വലിക്കും കേട്ടോ. അല്ലാണ്ട് ഉറങ്ങിയാൽ മതി ഇന്ന്. പക്ഷെ എണീറ്റ് പൊക്കളയോ, അതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൈനെ വലിക്കും. ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. തല മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, ഉടൽ ചേർന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ വലിക്കൂടാ കൈ. വലിച്ചേട്ടാ. ഉണന്ന്. അതാ പറയുന്നേ, ഉണന്നു. പക്ഷെ നല്ല ഉറക്കത്തിൻ്റെ ഒരിതിലാണ്. ഒരിടം തൊട്ടിട്ടില്ല കേട്ടോ. നല്ല ഉറങ്ങി. ഇവനെ പുതച്ച് കിടത്തിയാൽ ഒരു 5 മിനിറ്റ് കൂടി കിടക്കും. അത് കഴിഞ്ഞാൽ അവനെ ഈ ഏരിയയെ കാണൂല. ഒരു ജനൽ തുറന്ന് വെച്ചിട്ടുണ്ട് അവന് പോകാനായിട്ട്. അവൻ പുറത്ത് പോവും, ഇവിടുത്തെ നായിൻ്റെ കൂടെ അടി ഓടും, എല്ലാം ചെയ്യും. അയ്യോ, എന്തൊരു സാധു ഉറങ്ങുന്നുണ്ടോ. പക്ഷേ അവന് എൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോഴേ അവനൊരു സുരക്ഷിതത്വമുണ്ട്. അതാണ് അവൻ ഇത്ര ബോധം കെട്ട് ഉറങ്ങുന്നുണ്ടോ. കണ്ടോ, അവന് ഒരു ഓർമ്മയോ ബോധമോ ഇല്ല, ബോധവും പൊക്കണവും ഇല്ലാത്ത ഉറക്കം. നീ കിടന്ന് ഉറങ്ങി കേട്ടാ. 10 മിനിറ്റ് മൊത്തം. അതിൻ്റെ അപ്പുറം അവൻ കട്ടിലിൽ കിടക്കില്ല. അതവൻ്റെ വിധിയാണ്.